ഏഞ്ചൽ നമ്പേഴ്സ് ഒരു പക്ഷെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ഒരേപോലെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടും അല്ലാതെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നമ്പേഴ്സ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഞാൻ റെഗുലറായിട്ട് ഈ നമ്പേഴ്സ് കാണുമായിരുന്നു. 1111 ആണ് എപ്പോഴും ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോഴും ഈ പറയുന്നൊരു പകുതിയൊക്കെ തമാശയാണ്. കാണുന്നു ആ കൊള്ളാം. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ആഗ്രഹത്തെ പറ്റി ഞാൻ ചിന്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു ഒക്കെ. ഒരു പോയിന്റിൽ ഈ പറയുന്ന പോലെ എനിക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴും കൃത്യമായിട്ട് ഇത് പറയണമെങ്കിൽ എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോയിന്റിൽ വന്നപ്പോഴേക്കും ഞാൻ ഞാൻ കണ്ട നമ്പർ 1111 അല്ല, പക്ഷേ ഞാൻ ഏഞ്ചൽ നമ്പേഴ്സ് സ്വപ്നം കണ്ടു. അതെനിക്കൊരു മെസ്സേജ് ആയിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ഇത് കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിതിനെ ഇപ്പോൾ സയൻസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്നുണ്ടാവാം, ഇതിലൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാകാം. എന്നിരുന്നാലും ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, പോട്ടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സ്ഥലത്ത് ഒരു ഡെസ്റ്റിനേഷൻ നോക്കി പോകുമ്പോൾ റോഡിൽ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള എന്താണ് പറയുക, ഈ ചൂണ്ട് പലകളിൽ, അതായത് എന്താ ഈശ്വരാവ വേർഡ് എനിക്ക് കിട്ടുന്നില്ല, സൈൻ ബോർഡ്സ് കാണുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. അതിന്റെ വഴി തെറ്റിയിട്ടില്ല, ഞാൻ കൃത്യമായിട്ടുള്ള യാത്രയിലാണ്. ഈ പറഞ്ഞ പോലെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ കണ്ടു തുടങ്ങാം, അല്ലെങ്കിൽ ഒരു കാര്യം പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഇന്റൻഷനലി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്കൊരു വിഷ് വിചാരിക്കാം. എന്നിരുന്നാലും ഇതിലൊക്കെയും ചില സത്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിലോ കമന്റ് ചെയ്യൂ.